ഹലോ ഗായ്സ്, നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൻ്റെ അടുത്ത എപ്പിസോഡാണിത്. ഇത് വരാൻ കുറച്ച് ലേറ്റായെന്ന് പറയാൻ കാരണം നമ്മളെ മൈനിങ് ഏരിയ ഫിനിഷ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പം രാത്രി ആയെന്ന് തോന്നുന്നു. നമുക്ക് കിടന്ന് ഉറങ്ങാം. ശരിക്കാനുള്ളി നൈറ്റ്. ഇത് മാറാൻ തന്നെ എങ്ങനെ നേരം എടുക്കും? അത് കുറേ ഞാൻ മറ്റേ മൈനിങ് ഏരിയ ഫിനിഷ് ചെയ്തോട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് 5 ഡയമണ്ട് കിട്ടിയായിരുന്നു താഴേക്ക്. ഇപ്പോൾ അത് വെച്ച് ഞാൻ ഡയമണ്ട് പിക്കാക്സും ഉണ്ടാക്കി. ഇത് കണ്ടോ? പിന്നെ ബാക്കി 2 ഡയമണ്ട് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ അതും വെച്ച് നമ്മളിന്ന് നെതറിൽ പോകും. നെതറിൽ എങ്ങനെ പോകണമെന്ന് ചോദിക്കും. കാരണം നമ്മുടെ ഒബ്സിഡിയൻ ഇല്ലല്ലോ. ഒബ്സിഡിയനൊക്കെ അവിടെ നെതർ പോർട്ടൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ നമുക്ക് വേണ്ട അത്ര ഒബ്സിഡിയൻ ഉണ്ടായിരുന്നു. അത് കുഴിച്ചാൽ ഞാൻ ആവശ്യമുള്ള അത്രയും ഒബ്സിഡിയൻ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കിടന്നുറങ്ങാനും പറ്റില്ല. നമുക്ക് ഇനി താഴേക്ക് പോയി വേണമെങ്കിൽ കാണിച്ചു തരാം. ഇച്ചിരി ഡേഞ്ചറാണ് പോവാൻ. ഇത് നോക്ക് ഞാൻ റണ്ടർ കുറച്ചിട്ടുകൊണ്ടാണ് അങ്ങനെയാണ്. ഞാൻ റണ്ടർ കൂട്ടിയിട്ടിട്ടാണ് ചെയ്യാം. റണ്ടർ സെറ്റിങ്സ് ഇല്ലേ? റണ്ടർ ഡിസ്റ്റൻസ് ഇതാറില്ല. നമുക്ക് 14 ലങ്സിൽ കളിക്കാം. എന്താണോ നോക്കിക്കേ, എത്ര കുഴിച്ചു എന്നറിയാം. വൈ ലെവൽ 100. ഒരിക്കലും മലയിലുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറേ ഞാൻ ഇച്ചിരി പൊക്കത്തിലാണ് ഉണ്ടാക്കിയതെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത്രയും താഴ്ച അതിന്. ഇതിപ്പോൾ എന്തോരം മോളെന്നറിയോ? കുറച്ച് മൈൻഡ് കിട്ടും. ഡയമണ്ട് കിട്ടിയില്ലതേ. ഇവിടെ വച്ചിട്ടാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ ഡയമണ്ട് കിട്ടിയത്. അത് ഞാൻ ചെയ്ത് ആദ്യമായിട്ട് ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കി. അത് വെച്ചിട്ടാണ് ഇപ്പോൾ അത് വെച്ച് മൈൻ ചെയ്തില്ല. ഞാൻ മാറ്റി വെച്ചേക്കുവാണ്. കാരണം അതുകൊണ്ട് നമുക്ക് എൻചാൻറ്റ് ചെയ്തിട്ട് പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് അത് വെച്ച് നമുക്ക് ഫോർച്യൂൺ ആഡ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് മൈൻ ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ കൂടെ ഞാൻ കുറച്ച് മൈൻ ചെയ്ത് നോക്കി, ഒന്നും കിട്ടിയില്ല. ഈ പ്രശ്നം ശരിയാക്കണം. അത് വീട് കഴിഞ്ഞിട്ട് ഞാൻ ശരിയാക്കിക്കോളാം. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത്രയൊക്കെ തന്നെ. പിന്നെ ഇന്ന് നമ്മൾ നെതറിൽ പോകും. അതെന്തായാലും പോയിരിക്കും. എനിക്ക് പേടിയാവും. എന്തായാലും നമുക്ക് ഈ സാധനമൊക്കെ പെട്ടിയിൽ വെച്ചിട്ടേ പോകത്തുള്ളൂ. കാരണം അമ്മാതിരി പ്രശ്നങ്ങളാണ് വരാൻ നിൽക്കുന്നത്. ഈ മഴ മാറുന്നില്ലേ? മഴ മാറി. ഈ മഴ മാറിയിട്ട് കിടക്കാം. കുഴപ്പമില്ല. മഴ നമുക്കൊന്ന് ഹോട്ടലുണ്ടാക്കാം. ഇത് ഫിൻ്റെ എവിടെ ഇരിക്കണേ? സ്റ്റീൽ എവിടെ ഇരിക്കണേ? ഇവിടെ ഇല്ലേ? പിന്നെ എവിടെ ഇരിക്കണേ സാധനം? കൈ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. നമുക്ക് ഇനി അത് ഉണ്ടാക്കാം. നമുക്ക് നല്ല സ്ഥലം വേണം. നമുക്ക് ഇനി ഉറങ്ങാൻ പറ്റുമോ? ഈ മഴ വീണ ഒരു മേനയില്ലാത്ത കാര്യം. ചിലപ്പോൾ രാത്രിയായെന്ന് അറിയത്തില്ല. അതാണ് ഈ മഴയുടെ മെയിൻ കുഴപ്പം. പിന്നെ നമ്മൾ ഈ വീട്ട് ഫാം നല്ലോണം പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ ആ തേനീച്ചകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവന്മാർ തന്നെയാണ് എനിക്ക് വളർത്തി തന്നെ. നമുക്ക് ഇനി ഉണ്ടാക്കാം. നല്ല സ്പോണ്ടാണ് കിട്ടാം. ഡെൽറ്റ സോൾസ് ആൻഡ് വാല്യൂ വെച്ച് ബാക്കി എവിടെ കിട്ടിയാലും ഒരു കുഴപ്പമില്ല. പാറപ്പോട് ഫോറസ്റ്റ് കിട്ടിയാൽ നല്ല ഉപകാരമാടാ. നല്ല ഉപകാരം കേട്ടോ. പക്ഷെ നല്ല സ്പോൺ തന്നെ എനിക്ക്. പേടിക്കണ്ട, ഡയമണ്ട് പിക്കാക്സ് ഉണ്ട് കയ്യിൽ. വെള്ളം കിട്ടിക്കഴിഞ്ഞ ഞാൻ ഈ ഗെയിം നിർത്തിപ്പോവും. അതുകൊണ്ട് ഡെൽറ്റ മാത്രം തന്ന് നോവിക്കരുത് തന്നെ. എന്നൊരു പാവമാണ്. പ്ലീസ്. ഇങ്ങനെ പിന്നെ ഇങ്ങനെ അത്ര തന്നെ ഉള്ളൂ. നമുക്കിനി ഇത് കത്തിക്കാം. അയ്യോ ഓടിക്കാ. അയ്യോ ഓടിക്കല. നിക്കല്ലേ.
ഓടിക്കും വേഗം കയറി രക്ഷപ്പെട്ടു. പിന്നെ എൻ്റെ ലെവല് കുറഞ്ഞിരിക്കണ നോക്കണ്ട. ഈ നമ്മളിവിടെ താഴെയിട്ടൊരു കേവില്ല, അവിടെ വീണ് ഞാൻ ചത്തായിരുന്നു. അതിൻ്റെയാണ് ഇത്. നമുക്ക് ഇനി സോംബീസിനെയും കൂടെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് നെതറിക്ക് കയറാം. കുട്ടി സോംബി വന്നാൽ തീർന്നു. അവന്മാർ വലിയ ഡേഞ്ചർ ഇല്ലെങ്കിലും അവന്മാർ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ആർമർ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ അവന്മാർ ഈസി ആയിട്ടോ. അവൻ്റെ നമുക്ക് ഇനി ഇതൊക്കെ എടുത്ത് വച്ചിട്ട് നെതറിൽ കയറാം. നമ്മുടെ ആർമർ ഊരി ഏത് പെട്ടിയിൽ നമ്മുടെ മേളിലൊരു പെട്ടിയുണ്ട്, അതിൻ്റെ അറ്റൻഡ് ഊരിയിട്ട് ഇവിടെ വയ്ക്കാം. എന്നിട്ട് ഒന്നും വേണ്ട, നമുക്ക് അങ്ങനെ തന്നെ കയറി നോക്കാം. നല്ല സ്പൂൺ കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമുക്കിനി കയറി നോക്കാം. ഇങ്ങനെ ചത്താൽ കുഴപ്പമില്ലല്ലോ, കുറച്ച് ലെവല് പോവും, അത്രേ ഉള്ളൂ. കയറി നോക്കാം. ഇതിനെ നല്ലത് കൊണ്ട് നിങ്ങൾ ഡെൽറ്റയിലേക്കൊന്നും പോകല്ലേ, ഡെൽറ്റ അടിപൊളി. നല്ല സേഫ് സ്ഥലം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിക്കൂടെ കുറച്ച് നടന്നു നോക്കിയാലോ. ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഒരുപാട് മോബുകളൊന്നും വരത്തില്ല. ഇത് ദിവന്മാർ മാത്രമേ ഉള്ളൂ ഇവിടെ. പന്നികൾ, ഇവിടെ ഇവന്മാർ മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് പേടിക്കണ്ട ഒരു ആവശ്യമില്ല. നമുക്കിനി നെതറിൽ കൂടെ ഒന്ന് നടന്നു പോകാം. ശിവമാർക്ക് അടികൊള്ളാണ്ട് നോക്കണം. പിന്നെ സ്ട്രൈഡർ ലാഗ് നെതറിൽ ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ എന്തോരം ഇവിടെ കുറേ കുഴികളുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടേക്കൊന്ന് വരാൻ തന്നെ. ഇവന്മാരെ സൂക്ഷിക്കണം. അയ്യോ, ഇവിടെ എൻ്റെ കയ്യിൽ ആർമറൊന്നുമില്ല. ഓടിക്കോ. അയ്യോ, വഴിയിട്ടിപ്പോയി. അങ്ങനെ റിസ്പോൺ മറ്റേ നമ്മുടെ ലെവല് കുറച്ച് പോയെന്നുള്ളൂ. അങ്ങനെ നമ്മൾ നെതറിൽ കയറിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ആർമറൊക്കെ എടുത്ത് ഇടാം. ഏതെങ്കിലും പെട്ടിക്കൊണ്ട് വയ്ക്കാം. ഇതിവിടെ പിന്നെ ഇതൊക്കെ ഇവിടെ. നിങ്ങൾ നോക്കണ്ടാവും, എനിക്ക് ഈ സ്പ്രൂസ് അവിടെ നിന്ന് കിട്ടിയത്. നമുക്ക് ആദ്യത്തെ എപ്പിസോഡിൽ സ്പ്രൂസിൽ തന്നെ നമ്മൾ സ്പോണായി. നമ്മൾ അത് കുറച്ച് ഫാം ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ പോയിട്ട് തന്നെ കുറേ നാളായി. അവിടെ അത് പോയി നോക്കിയപ്പോഴേക്കും എനിക്ക് സ്പ്രൂസ് കിട്ടി. ഷീൽഡ് തൈ പിടിക്കട്ടെ. നമുക്കിനി നമ്മുടെ ഡയമണ്ട് പിക്കാക്സ് വെച്ച് കുറച്ചങ്ങ് മൈൻ ചെയ്ത് നോക്കാം. ഇവിടെ പൊട്ടിച്ചെടുത്ത് നമുക്കിനി നമ്മുടെ ഡയമണ്ട് പിക്കാക്സ് വെച്ച് കുറച്ചൊന്ന് മൈൻ ചെയ്ത് നോക്കാം, എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഒരുപാടൊന്നും ഞാൻ ഈ വീഡിയോ കാണിക്കാനുള്ള, ബാക്കിയെല്ലാം ഞാൻ ഈ വീഡിയോയിൽ നിന്ന് എടുത്ത് കളയും. സ്റ്റോൺ പിക്കാക്സ് വെച്ച് ഞാനത് ഫുള്ള് മൈൻ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈം എടുത്തത്. സ്റ്റോൺ പിക്കാക്സ് വെച്ച് മൈൻ ചെയ്താൽ നല്ലത്. നമ്മുടെ അയൺ നമ്മൾ ചുമ്മാ കളയരുത്. അയൺ കൊണ്ട് ഗെയിമിൽ നല്ല ഉപകാരമുണ്ട്. നമ്മൾ ലേറ്റ് ഗെയിമിലേക്ക് എത്തുക അയൺ കൊണ്ട്. നമുക്ക് ആദ്യം അയൺ ആവശ്യമുണ്ട്, കാരണം ട്രേഡിങ്ങിനൊക്കെ നമുക്ക് അയൺ എന്തായാലും വേണം. കുറച്ചൊന്ന് ടോർച്ച് തീ നമുക്ക് കുറച്ചൊന്ന് കുഴിച്ച് പോകാം. ഒരല്പം, ഒരുപാടൊന്നും കുഴിക്കല്ല, കുറച്ചൊന്ന് കുഴിച്ച് നോക്കാം. നമുക്കിനി ബാക്കി ടോർച്ച് ഉണ്ടാക്കിയിട്ട് അത് ഞാൻ ഈ വീഡിയോയിൽ കാട്ടുള്ള. വല്ല അപ്ഡേറ്റ്സും വരുവാണെങ്കിൽ ഞാനത് ഈ വീഡിയോയിൽ കാട്ടും. ഇനി മേളിലേക്ക് പോവാം. നമ്മുടെ ഇല്ല, നല്ല ചുമ എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തിരി ശ്രമിക്കണം.
ഞാൻ ഫുഡ് എടുത്തില്ലേ? ഇതിൽ കൂടെ കയറി വരുമ്പോൾ തന്നെ നല്ല ഫുഡ്. പിന്നെ ഏറ്റവും സഹിക്കാൻ വയ്യാത്ത എന്നാന്നറിയാം ഈ സാധനം. ഇതിൽ എന്തോ 2 വട്ടം മീനിയെ ചത്തു. അതുകൊണ്ട് ആ സാധനം എന്തായാലും ശരിയാക്കണ്ടേ. ഞാൻ വരും. അതെങ്ങനെ ശരിയാക്കാൻ വരുവാണെങ്കിൽ കാണാം. അത് ശരിയാക്കാം. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ചായ അത് നമുക്കെടുത്ത് ഇവിടേക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് എടുത്തിട്ട് കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം. നമുക്കിത് വെച്ചിട്ട് കുറച്ചൊന്ന് മൈൻ ചെയ്ത് നോക്കാം. നമുക്ക് ഇത് വെച്ച് കുറച്ച് മൈൻ ചെയ്യാം. ഈ സാധനങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. കുഴിക്കും, ഈ സാധനം വയ്ക്കും, കുഴിച്ച് ഇവിടം വരെ എത്തി. നമുക്കിനി അവിടേക്ക് എത്തിയിട്ട് വല്ലതും കിട്ടുവാണെങ്കിൽ കാണാം. നമുക്കിനി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കാണാം. നമ്മൾ മൈൻ ചെയ്യും, എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കാണാം. അപ്ഡേറ്റാണ്. ഇവിടേക്ക് ഒരിക്കലും മൈൻ ചെയ്യരുത്. ഇവിടെ ഡയമണ്ട് കിട്ടി. ഇവിടെ എത്ര ഉണ്ടാവും? ഞാൻ ചുമ്മാ മൈൻ ചെയ്ത കേട്ടോ. നമ്മൾ ശരിക്കും കുറച്ചുകൂടി നോക്കിയിട്ട് മൈൻ ചെയ്യുള്ളൂ. ഇത് കുറച്ചൊക്കെ സിമ്പിളാവട്ടെ എന്ന് വിചാരിക്കും. മൈനിങ് ചെയ്തതാണ്. ഇനിയൊന്നും വേണ്ട. ഇനി കുറച്ചൊക്കെ ഞാൻ മൈൻ ചെയ്യാൻ കാട്ടാം. ഒന്ന് കുറച്ച് അയണും കൂടെ കിട്ടിയിട്ടാ. പിന്നെ ഈ ഡീപ് സ്ലേറ്റ് ഡയമണ്ട് പിക്കാക്സും കൂടെ നല്ലത്. നമ്മൾ ആ സ്റ്റോൺ പിക്കാക്സും കൊണ്ട് പൊട്ടിച്ചപ്പോൾ ഞാൻ തലവേദന എടുക്കണം. ആ സ്റ്റോൺ പിക്കാക്സ് കൊണ്ട് പൊട്ടിച്ചപ്പോൾ പിന്നെ ഈ ഡീപ് സ്ലേറ്റ് അയൺ കൊണ്ട് പൊട്ടിക്കാൻ തന്നെ എന്തെങ്കിലും നേരം. അപ്പോൾ അയൺ പിക്കാക്സിനെ കുറച്ചായിട്ട് ഉപയോഗിച്ചോളൂ. വല്ല സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ മൈൻ ചെയ്യാനും ഇതിനൊക്കെ. കുറച്ചും കൂടെ അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. നമ്മൾക്ക് ഇവിടെ വെച്ച് തന്നെ ഔട്ടർ പറയാം. അപ്പോൾ ബൈ.